ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ വിഭവമാണ്. തനി നാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഓർഗാനിക്കായിട്ടുള്ള നമ്മുടെ തോട്ടത്തിലെ പച്ചക്കറി കൊണ്ടുള്ള കറിയാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മയുടെ തോട്ടത്തിൽ നിന്നുള്ള പച്ചക്കറിയാണ് കേട്ടോ. ഞാൻ അമ്മയുടെ തോട്ടം വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഉണ്ടാക്കുന്നത് കക്കിരിക്ക പെരക്കാണ്. അതിന് ആദ്യം ഇങ്ങനെ കക്കിരിക്ക ചെറുതായിട്ട് അരിയാം. ഈ കുക്കുംബറിനെ നമ്മൾ കണ്ണൂരുകാർ കക്കിരിക്ക എന്നാണ് പറയൽ. തെക്കോട്ടുള്ളവർ വെള്ളരിക്ക എന്ന് തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ കണ്ണൂരുകാർ പെരക്ക് പല വിധത്തിലുണ്ടാക്കും കേട്ടോ. തക്കാളി പെരക്കിൻ്റെ വീഡിയോ താഴെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാമ്പ് കൊണ്ട് പെരക്കുണ്ടാക്കും, പിന്നെ മാങ്ങ കൊണ്ട് പെരക്കുണ്ടാക്കും. അപ്പോൾ ഇത് കക്കിരിക്ക പെരക്ക്. ഗ്യാസിനൊക്കെ ക്ഷാമമുള്ള ഈ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല കറിയാണ് കേട്ടോ. ഇത് എൻ്റെ ഫേവറേറ്റ് കറിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞു വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി കൈ കൊണ്ട് തന്നെ പെരക്കണം. നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും പെരക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. നല്ല കൈ കൊണ്ട് പെരക്കിയിട്ട് അതിന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ കക്കിരിക്കയുടെ കൂടെ പറിച്ചെടുത്ത പാവയ്ക്കയും കോവയ്ക്കയും, പാവയ്ക്ക നമ്മൾ കൈപ്പക്ക എന്ന് പറയാം, അത് ഉപ്പേരിയും വെക്കാം. ഇതുപോലെയാണ്, നീളത്തിലാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉപ്പേരി വെക്കുക. നമ്മളത് ഒരുപാട് എണ്ണയിലിട്ടൊക്കെ വഴറ്റിയിട്ടൊന്നും ഇവരുണ്ടാക്കാറില്ല. ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതിൽ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതും തോട്ടത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ചീൻചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും, കയ്പയ്ക്ക ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ചധികം ഉപ്പ് വേണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കഷ്ണത്തിന് ജസ്റ്റ് സമമായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ കയ്പക്ക വേവില്ല. ഓക്കെ, ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒരു പാത്രം കൊണ്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മുടെ പെരക്ക അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകുക. പിന്നെ അതേ തോട്ടത്തിൽ നിന്ന് ഒരു പിടി കറിവേപ്പിലയും പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പച്ചമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് ആ തേങ്ങയിലേക്ക് ഇടുക. ഇനി ഇതൊരു മിക്സിയിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത തേങ്ങയിലേക്ക് 1 സ്പൂൺ കടുകിട്ട് ഒന്ന് വീണ്ടും ചതച്ചെടുക്കുക. ഒരുപാട് അരയാൻ പാടില്ല. അതിനുശേഷം ആ അരപ്പെടുത്ത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കക്കിരിക്കയിലേക്ക് ഒഴിക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നല്ല പുളിയുള്ള മോര് ഒഴിക്കുക. മോര് തന്നെ വേണം കേട്ടോ, തൈരല്ല, മോര് തന്നെ, നല്ല കട്ടിയുള്ള മോര് ഒഴിക്കുക. ഇനിയിപ്പം കണ്ണൂരിനപ്പുറത്തുള്ളവർ ഇത് പച്ചടിയാണ് എന്നൊക്കെ പറയാം. കാരണം ഞാൻ തക്കാളി പെരക്കാക്കിയപ്പോൾ പച്ചടി എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ പച്ചടി എന്ന് പറയുന്നത് ഭയങ്കര ഉറച്ചിട്ടുണ്ടാക്കുന്നതാണ്. പച്ചടിയായിട്ട് നല്ല വ്യത്യാസമുണ്ട്. പച്ചടി കുറച്ച് ഗ്രാൻഡാണ്, ഇത് ഭയങ്കര സിമ്പിളാണ്. ഇവർ മിക്കവാറും ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. ഇതൊരു ഒഴിച്ച് കറിയാണ്, കട്ടിയുള്ള കറിയല്ല, ആദ്യമേ പറയട്ടെ കേട്ടോ. ഇനി അതിനുള്ള താളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിൽ കടുകിട്ട് പൊട്ടിക്കാം. ഇനി കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് വറുത്തിടാം. ഞാൻ ചില സമയത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇടും കേട്ടോ. പക്ഷേ ഇതാണ് അതിൻ്റെ ശരിയായ പാകം. അപ്പം നമ്മുടെ പെരക്കവിടെ റെഡിയായി. അപ്പോഴത്തേക്കും അവിടെ നമ്മളെ കയ്പക്ക ഉപ്പേരി ഏകദേശം വറ്റാറായിട്ടുണ്ട് വെള്ളമൊക്കെ. ആ സമയം കൊണ്ട് നമുക്ക് മാങ്ങ പിഴിഞ്ഞെടുക്കാം. അതിനു വേണ്ടി നല്ല പുളിയ മാങ്ങയാണ് കേട്ടോ എടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ പിഴിയണം കേട്ടോ. പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറ് മാത്രം എടുക്കുക. ഒരു 2 മാങ്ങ എടുത്തു കഴിഞ്ഞാൽ മതിയാവും. അത് പിഴിയുമ്പോഴത്തേക്കും, പിഴിയുക എന്നല്ല നമ്മുടെ കണ്ണൂരിൽ പറയാട്ടാ, പീയുക. അതങ്ങനെ പീഞ്ഞ് വെച്ചപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് കയ്പക്ക റെഡി ആയിട്ടുണ്ട്. അതിൽ ഇത്തിരി കറിവേപ്പില ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി നനച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചിട്ട് തീ ഓഫാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്പക്ക കോവക്ക ഉപ്പേരി അവിടെ റെഡിയായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മാങ്ങ പീഞ്ഞ് വെച്ചതിൽ കുറച്ച് ഉപ്പിടുക. പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി എടുത്തിട്ട് നന്നായിട്ട് ഞെരടുക. എന്തൊരു ടേസ്റ്റാണെന്നറിയാം. എന്നിട്ട് ഇത് മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ഫുള്ളായിട്ട് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. വേറെ ഒരു കറിയും വേണമെന്നില്ല. അപ്പോൾ മാങ്ങ ഇങ്ങനെ പിഞ്ഞിനി. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 100% ഓർഗാനിക് ആയിട്ടുള്ള നാടൻ ഊണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.